നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ ഒരു കാപ്പി കർഷകന്റെ അടുത്താണുള്ളത്. അപ്പോൾ സാറിനെ പറ്റി സാറേ ഒന്ന് പറയാമോ? എൻ്റെ പേര് ഷാജി. ഞാൻ മുട്ടിൽ VFPCൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. ഞാൻ കുറച്ചു കാലം കർണാടകയിൽ ഇഞ്ചി കൃഷിയായിട്ട് പോയി. ഇഞ്ചി കൃഷിയിൽ നമ്മളെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അവിടെ വർക്ക് ചെയ്യണം. ഞാനത് ആ ഒരു ഐഡിയയിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ട്, എനിക്ക് 24 ഇല്ല 12 മണിക്കൂറേ ഞാനിവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തു നോക്കിയതാണ്. എനിക്ക് സംഭവം വിജയകരമാണ്. നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ഒരു മാർച്ച് ആ ഒരു സമയത്താണല്ലോ. ഞാനും ജോഷി സാറും കൂടി വന്ന സമയത്ത് നമ്മളങ്ങനെ നനയ്ക്കുന്നതിന് മുമ്പാണ് ഞാൻ രാഹുലുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ നനയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു സ്പ്രേ വളം കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാഹുലിനോട് ചോദിച്ചപ്പോൾ എനിക്ക് 5G കിട്ടി, നിർദ്ദേശിച്ചു. അത് ഞാൻ 5G കൊടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് നനയ്ക്കാൻ തുടങ്ങിയത്. നമ്മൾ ആദ്യം 5G ആണ് കൊടുത്തത്. 5Gൻ്റെ അകത്ത് വരുന്നത് ഫൽവിക് അമിനോ ആണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഹ്യൂമിക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ട്രേസ് എലമെൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള NPK മൈക്രോ ന്യൂട്രിയൻസും ആണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടീൻ്റെ അകത്ത് നിന്ന് മാക്സിമം ആയിട്ട് നമുക്ക് അതിന് കിട്ടേണ്ട ഔട്ട്പുട്ട്, നമുക്ക് കായിലേക്ക് കിട്ടേണ്ട അത്യുൽപാദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5G ഫസ്റ്റിലത്തെ കൊടുത്തത്. നമ്മൾ അതിന് ശേഷം സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ 3 ദിവസത്തിന് ശേഷം കൊടുത്തു. പിന്നെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? പിന്നെ ഞാൻ 15 കൊടുത്തു. അതിൻ്റെ കൂടെ ചോട്ടിലിട്ട് കൊടുത്തതിൻ്റെ കൂടെ നമ്മൾ സോയിൽ ഗോൾഡ്, പിന്നെന്താണ് പോസ്റ്റർ, പിന്നെ സിങ്കോ 3 എണ്ണം കൂടി മിക്സ് ചെയ്തിട്ട്. ഇതിൻ്റെ അകത്ത് സാറേ പോസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ മണ്ണിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ അല്ലാത്ത ഫോസ്ഫറസ് ഉണ്ട്. ഈ ഫോസ്ഫറസിനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുത്തത്. നമ്മൾ ഓൾറെഡി 15 കൊടുത്തല്ലോ. അപ്പോൾ 15 അകത്തുള്ള ഫോസ്ഫറസും അതേപോലെ തന്നെ മണ്ണിലുള്ള ഫോസ്ഫറസിനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എടുത്തു കൊടുത്തത്. പിന്നെ സോയിൽ ഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് അന്തരീക്ഷത്തിലെ നൈട്രജൻ എടുത്തു കൊടുക്കാനും നമ്മളുടെ യൂറിയൻ്റെ അകത്തുള്ള നൈട്രജനെ ചെടിക്ക് കിട്ടാത്ത രീതിയിൽ നമുക്ക് എസ്കേപ്പ് ആയി പോകുന്നതിനെ പിടിച്ചു കൊടുക്കാനും മണ്ണിലെ pHനെ നമുക്ക് മണ്ണിൻ്റെ റൂട്ടിൽ, അതായത് ചെടിയുടെ റൂട്ട് സോണിലുള്ള pHനെ നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു നമ്മളത് കൊടുത്തത്. പിന്നെ സിങ്കോ എന്ന് പറയുന്നത് നമ്മൾ ഈ റെക്കയുടെ ഇപ്പോഴത്തെ വ്യത്യാസം കണ്ടില്ല സാറേ. പുതിയ റെക്ക വരുന്ന സമയത്ത് നമുക്ക് റെക്ക നീണ്ടു വന്നത് കണ്ടില്ലേ, പുതിയ പഴയതിൻ്റെ അകത്തുനിന്ന് നീട്ടം വന്നില്ലേ. അപ്പോൾ ഈ ഒരു അടുത്ത പ്രാവശ്യത്തേക്കുള്ള റെക്ക വിരിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചെടിയിൽ കഴിഞ്ഞ പ്രാവശ്യവും കുരുണ്ടായിരുന്നു. സാധാരണ ഒരു കാപ്പി ചെടി എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം നോക്കിയത്. പിറ്റത്തെ വർഷം അത്ര ഉണ്ടാവില്ല. എനിക്ക് കഴിഞ്ഞ വർഷം ഒരുമാതിരി ചെടിയിൽ നന്നായിട്ട് വന്നു. ഇവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ തോട്ടത്തിൽ വന്ന് നോക്കുകയും ഇതിനെ കുറിച്ച് അഭിപ്രായം സെയിം അതേപോലെ ഒരു തോട്ടാണ് ഇപ്രാവശ്യം. അതേ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ അതേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷ. സന്തോഷം. പിന്നെ നമ്മൾ രണ്ടാമത്തെ വളം എന്താണ് സാർ ചെയ്തത്? ഞാൻ 16 തന്നെ കൊടുത്തത്. അതിന്റെ കൂടെ രാഹുല് എനിക്ക് ഒരു 1-2 ചെറിയ മൈക്രോ ന്യൂട്രിയൻസ് അല്ലേ അത് വരുന്നത്. അതെ നമ്മൾ കൊടുത്തതിന് ചെയ്യാൻ നമ്മൾ കാൽസ്യം മഗ്നീഷ്യം ബോറോണും കൂടി ചേർന്നത് മണ്ണിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു 17 തൊട്ട്. ഇത്രയും കാര്യം. പിന്നെ നമ്മൾ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും സ്പ്രേക്ക് പിന്നെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗിസൈഡ് സ്പ്രേക്ക് വേണ്ടി ബാസിലസ് സബ്സ്റ്റിറ്റൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൂവ് ഇപ്രാവശ്യം എന്താ വെച്ചാൽ കാപ്പി എല്ലാ സ്ഥലത്തും നല്ല പൂപ്പായിരുന്നു. പൂത്ത സമയത്ത് എന്താ വെച്ചാൽ ഈ പൂവ് തള്ളിപ്പോവാതെ ഉള്ളിൽ കിടന്നിട്ട് ഒരു ഫംഗസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മളൊരു സ്പ്രേ ആയിട്ട് ബാസിലസ് സബ്സ്റ്റിറ്റൻസ് ഒരു ഫംഗിസൈഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാസിലസ് സബ്സ്റ്റിറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫംഗസിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറയ്ക്കി അതേപോലെ തന്നെ ആ ഒരു മൊത്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ റോട്ടിങ് നമുക്കധികം കാണാൻ പറ്റുന്നില്ല. നമുക്ക് കായ റോട്ടായി പോയതും അല്ലെങ്കിൽ ഫ്ലവർ നിന്നിട്ട് വെള്ളം കയറിയിട്ട് ആ ഒരു ഇഷ്യൂ നമുക്ക് ഇതിനകത്ത് വരാതെ നമുക്ക് സാധിക്കാൻ പറ്റും സാർ. അതേപോലെ ഇനി അടുത്ത് തന്നെ നമുക്ക് എനിക്ക് ഉടനെ തന്നെ അടുത്ത വളം കൊടുക്കണം നിർദ്ദേശം. അതെ നമ്മളതിന് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ് നമുക്ക് കൊടുക്കണം. അപ്പോൾ പൊട്ടാഷിനെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പൊട്ടാഷ് ആക്റ്റീവ നമുക്ക് ഇതിൻ്റെ കൂടി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അടുത്ത തോട്ടത്തിൻ്റെ അകത്തുള്ള pHൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം സോയിൽ ഗോൾഡും മാത്രം കൊടുക്കുക. ഇത്രയും സാധനങ്ങൾ മാത്രം ഇനി വളത്തിൻ്റെ കൂടെ കൊടുത്താൽ മതി. വളം ഉപയോഗിക്കുന്ന സമയത്ത് വളത്തിൻ്റെ എമൗണ്ട് നമുക്കൊരു 60% കുറച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യം ചെയ്തതിൽ വളരെ നന്ദി. എനിക്ക് അതേപോലെ നന്ദിയുണ്ട്. എനിക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഞങ്ങളിനി എന്തായാലും ശരി എപ്പോഴും കാണാം നമുക്ക്.